ഹലോ, അപ്പോൾ ഇന്ന് ഡേ 3 സ്റ്റിക്ക് മൊബിലിറ്റിയാണ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന കർട്ടൻ്റെ സ്റ്റിക്കാണ്. നിങ്ങൾക്ക് എന്ത് സ്റ്റിക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, മോപ്പിൻ്റെ സ്റ്റിക്കും യൂസ് ചെയ്യാം. ഇത്രയും സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ വർക്കൗട്ടിലോട്ട് പോകാം.
അപ്പോൾ ഇതൊക്കെ സ്ട്രെച്ചസ് ആണ്. എല്ലാ പോസും 10 കൗണ്ട്സ് വീതം. ഓക്കെ, നല്ല ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ. ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കണ്ടു കഴിഞ്ഞാൽ വളരെ സിമ്പിളാന്ന് തോന്നും, പക്ഷെ നല്ല ഇൻറ്റൻസ് ഉള്ള വർക്കൗട്ടാണ്. വേണ്ടില്ല, ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഫുൾ സ്വെറ്റായി, നന്നായിട്ട് കിതയ്ക്കുന്നുണ്ട്. പിന്നെ എപ്പോഴും വർക്കൗട്ടിന് ശേഷം ഒരു ഭാഗത്ത് പോയി ഇരിക്കരുത്, ജസ്റ്റ് വാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം, നടന്നുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ ലെവലെല്ലാം ഒന്ന് നോർമലാവുന്ന വരെ നമ്മൾ നടക്കണം. പെട്ടെന്ന് ഇരിക്കാനോ പെട്ടെന്ന് റെസ്റ്റ് എടുക്കാൻ പാടില്ല. ഓക്കെ, അത് മറക്കരുത്. ജസ്റ്റ് ഫാൻ്റെ അടിയിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അപ്പോൾ ഇത്രയുണ്ട് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ ഓപ്ഷൻസ് ഒന്നുമില്ല, ഇത് ചെയ്യുന്നത് കുറച്ച് മെല്ലെ ചെയ്താൽ മതി എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിസൾട്ടായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ടമ്മിയെല്ലാം കുറയാൻ ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടുള്ള എക്സസൈസാണ് ഇന്ന് ചെയ്തത്. അതേപോലെ
നമ്മുടെ ഈ സൈഡിലെ കട്ടി ഉണ്ടാവുമല്ലോ, ദശ പോലെ ഉണ്ടാവും, നമ്മുടെ ടയർ പോലെ ഉണ്ടാവുമല്ലോ ഈ എന്താ പറയുക വേസ്റ്റിൻ്റെ സൈഡിൽ. അപ്പോൾ ഫസ്റ്റ് നമ്മളിങ്ങനെ ബെൻഡ് ചെയ്യുന്നില്ലേ, അത് ഡെയിലി ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. അവിടുത്തെ ഫാറ്റൊക്കെ ബേൺ ആവാൻ ഒത്തിരി സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.